ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി KGPയുടെ പ്രസിഡന്റും ജ്ഞാനായ സമുദായത്തിന് ധീരമായ നേതൃത്വം നൽകുന്ന സമുദായ സെക്രട്ടറി ശ്രീ TO എബ്രഹാം തോട്ടത്തിലിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ജ്ഞാനായ സമുദായത്തിൻ്റെ വലിയ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് തിരുമേനി, അതുപോലെ ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന എത്രയും ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ജോബി പാറക്കച്ചേരിവിലച്ചൻ, ആശംസകൾ അർപ്പിക്കുന്ന KGPയുടെ വൈസ് പ്രസിഡന്റ് ജോണി ഗുരുവിള പടിക്കമാലിൽ, അതുപോലെ എക്സ് മെമ്പർ ജോർജ് കരിക്കാട്ട്, CEO അഡ്വക്കേറ്റ് സന്ദീപ് താമരപ്പള്ളി, എക്സ് ജോയിൻറ്റ് സെക്രട്ടറി ബില്ലി വാടാമറ്റം, അതുപോലെ തന്നെ KGPയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫിലിക്സ്, ഇവിടെ ജ്ഞാനായ സമുദായത്തിൻ്റെ ട്രസ്റ്റി TC തോമസ് തോപ്പിൽ, സന്ദീപ് താമരപ്പള്ളി, CEO, പ്രിയപ്പെട്ട ജ്ഞാനായ കമ്മിറ്റി അംഗങ്ങളായ ജോബി കാരിക്കോട്ട്, ടിജു തോട്ടുപുറം, തോമസ് ഊട്ടി തേവരുമുറിയിൽ, സാബു കണ്ണാട്ടിപ്പുഴ, ടിനു വരാത്ര, സജി താന്നിക്കൽ, പ്രിയപ്പെട്ട ജ്ഞാനായ കോൺഗ്രസിൻ്റെ കൊച്ചുമോനെ, എല്ലാവരും ഉണ്ട്. ഇവർ രാജു വള്ളപ്പരിക്കൽ, ഇവിടെ ജ്ഞാനായ കമ്മിറ്റി അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിപ്പം പ്രിയപ്പെട്ടവരെ, നമ്മളും അല്ലെ ജ്ഞാനായ സുറിയാനിക്കാരും ജ്ഞാനായ കത്തോലിക്ക നമ്മുടെ രക്തമാണ് അവരുമായിട്ടുള്ള ഒരു സംയുക്ത സംഘടനയാണ് KGP എന്ന് പറയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവാണ് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ. അദ്ദേഹത്തിൻ്റെ റോക്ക് വാലി എന്ന് പറയുന്ന ഒരു ചാനൽ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിലും യൂട്യൂബിൽ കിടപ്പുണ്ട്. റോക്ക് വാലി പാറക്കച്ചേരിവിൽ അച്ഛൻ അടിച്ചു കൊടുത്താൽ ധാരാളം പ്രഭാഷണങ്ങൾ അച്ഛൻ്റെ അതിനകത്ത് ജ്ഞാനായക്കാരുടെ ഉത്ഭവം തൊട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ജ്ഞാനായ ഗ്ലോബൽ പാർലമെൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വിദേശത്തിരുന്നുകൊണ്ട് ധാരാളം ജ്ഞാനായ കത്തോലിക്ക വിഭാഗത്തിലെ ആൾക്കാരും നമ്മുടെ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുക, ഇപ്പം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈവ് വെച്ചിരിക്കുന്നത് അമേരിക്കയിൽ താമ്പായിലുണ്ട്. അവിടെ ഞങ്ങളുടെ ടോമി മാലിക്ക പുറത്ത്, അതുപോലെ തന്നെ ജോയി ഹൂസ്റ്റലിലുണ്ട്. അതിൻ്റെ പ്രവർത്തകരെല്ലാം ധാരാളം ആളുകൾ വിദേശത്തിരുന്നുകൊണ്ട് ഇത് വീക്ഷിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ജ്ഞാനായ സമുദായത്തിലെ AD 345 ഒരുമിച്ച് വന്നവരാണ് നമ്മൾ. ഈ ഇരിക്കുന്ന വിഭാഗം മുഴുവൻ ജ്ഞാനായ കാതോലിക്കക്കാരെന്ന് പറയുന്ന അവരും നമ്മൾ ഒരുമിച്ച് ഇവിടെ വന്നിറങ്ങിയതാണ്. 72 കുടുംബം വന്നതാണ്. നമ്മൾ AD 52 നമുക്കറിയാമല്ലോ. നമ്മളിവിടെ വരുമ്പോൾ ജ്ഞാനായ സമുദായത്തിന് ഇവിടെ ഈ മലങ്കരയിൽ വരുമ്പോൾ ക്രിസ്ത്യാനികളായിട്ട് വെറും 60 കുടുംബങ്ങളെ ഉള്ളായിരുന്നു. 64 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ക്രിസ്ത്യാനികളായിട്ട്, മർത്തോമൻ ക്രിസ്ത്യാനികൾ 64 കുടുംബം ഉള്ളപ്പോഴാണ് 72 കുടുംബം ജ്ഞാനായക്കാർ ഇവിടെ വരുന്നത്. പക്ഷെ നമ്മുടെ എൻഡോഗമി അനുസരിച്ച് നമുക്ക് ആളിനെ നമ്മുടെ കൂടെ ചേർക്കുവാൻ കഴിയുകയില്ല. ആൾ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ സമുദായത്തിൽ നിന്ന് എൻഡോഗമിക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ, മാറി വിവാഹം കഴിച്ചാൽ അവർ പോവും. അത് നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും ജ്ഞാനായ കത്തോലിക്ക വിഭാഗത്തിലാണെങ്കിലും ചരിത്രത്തിലെ കറക്റ്റ് കാര്യമാണ് പറയുന്നത്. 64 കുടുംബമേ ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുണ്ടായിരുന്നുള്ളൂ. 72 വന്ന നമ്മളായിരുന്നു ഭൂരിപക്ഷം. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ആൾക്കാരെ ചേർത്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എങ്ങനെ ആയേനെ? ചരിത്രമുണ്ട്, ചരിത്ര രേഖകളിലുള്ളതാ. സന്ദീപ് താമരപ്പള്ളിയോടെ അതിൻ്റെ തെളിവുകൾ തരും. ചരിത്ര രേഖകളിലുള്ളതാ. ആ 60 കുടുംബമാണോ 72 കുടുംബമാണോ ഇപ്പോൾ ഏറ്റവും കുറവായിട്ട് നിൽക്കുന്നത്? നമുക്ക് വേറെ പുറത്തു നിന്ന് ആളുകളെ സ്വീകരിക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വളരാതിരിക്കുന്നത്. അപ്പം വളരാതിരിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്, നമുക്കറിയാമല്ലോ. നമ്മൾ ഇവിടുന്ന് വന്നവരാ. AD 345 ഇവിടെ നമ്മുടെ പിതാക്കന്മാർ അന്തി ഉറങ്ങുന്നിടമാണ് ഇവിടെ. നമ്മുടെ പൂർവ്വപിതാവായ ജ്ഞായിത്തോമായുടെ ഖബറ് തൊട്ടപ്പുറത്തെ ദേവാലയത്തിലുണ്ട്. ആ ദേവാലയത്തിലൂടെ നമ്മളിപ്പോൾ ഇവിടുന്ന് റാസ പോവുകയാണ്. നമ്മുടെ പിതാക്കന്മാർ ഇവിടെ വന്ന് കാലുകുത്തിയ സ്ഥലമാണ്. നമ്മുടെ പൂർവികരെല്ലാം താമസിച്ച ഈ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ ഇവിടെ വന്നിറങ്ങിയെന്ന് പറയുമ്പോൾ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും.
അതാണ് ക്നാനായക്കാരുടെ രക്തം എന്ന് പറഞ്ഞാൽ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തവരും ആരുമില്ല. ഒരുമിച്ച് പോയി 1560 വർഷം. ആ സമയത്താണ് കൂനൻ കുരിശ് സത്യമുണ്ടാകുന്നത്. അന്നത്തെ കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് കൂനൻ കുരിശ് സത്യമുണ്ടായപ്പോൾ നമ്മൾ രണ്ടായിട്ട് പിളർന്നു. ജ്ഞാനായ സുറിയാനിക്കാരെന്നും ജ്ഞാനായ കത്തോലിക്ക വിഭാഗം എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗങ്ങളായിട്ട് നമ്മൾ മാറി. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അന്നെങ്കിൽ ഇത് ഒന്നിക്കേണ്ട കാലഘട്ടമായി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടു കൂട്ടരും വലിയ പ്രതിസന്ധികൾ കൂടിയാണ് കടന്നു പോകുന്നത്. നമുക്കുള്ളതിൽ കൂടുതൽ പ്രതിസന്ധി ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിലുണ്ട്. ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിലുള്ളതിൽ കൂടുതൽ പ്രതിസന്ധി ജ്ഞാനായ സുറിയാനിക്കാരുടെ അരിക്കലുമുണ്ട്. എല്ലാം അറിയാം, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ചൂട് സമയത്ത് അതിലോട്ടൊന്നും പോകാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്ഭവം എവിടാ? നമ്മൾ ഉത്ഭവിച്ചത് നമ്മൾ യെരുശലേം ദേവാലയത്തിൽ നിന്ന് പോന്നവരാണ്. AD 50 യാക്കോബ് സ്ലീഹ, യാക്കോബ് സ്ലീഹ എന്ന് പറയുന്നത് യഹൂദനായിരുന്നു. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ യഹൂദന്മാരാ. അവര് ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തു കന്യമറിയാമിൽ കൂടി ജാതനായി കഴിഞ്ഞ നസറേത്തിലെ യേശു ഉണ്ടായപ്പോൾ അതിനെ പിന്തുടർന്ന യഹൂദന്മാരാണ് നമ്മൾ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദ നസ്രാണികളാണ് നമ്മൾ മറക്കരുത്. യാക്കോബ് സ്ലീഹ ആരായിരുന്നു? യാക്കോബ് സ്ലീഹയാണ് ഇവിടെ യെരുശലേമിൽ വന്ന് സഭ സ്ഥാപിക്കുന്ന സമയത്ത് യെരുശലേമിൽ വന്ന് തക്സ, നമ്മൾ യാക്കോബിന്റെ തക്സ, അഭിമന്യ പിതാവ് ഇന്നിവിടെ ചൊല്ലിയത് യാക്കോബിന്റെ തക്സയാണ്. ആ തക്സ എവിടെ നിന്നുണ്ടാക്കി? ജ്ഞാനായക്കാരൻ അല്ലെങ്കിൽ യഹൂദ നസ്രാണിയായ യാക്കോബിന്റെ തക്സ ജ്ഞാനായക്കാരുടെ സ്വന്തമാണ്. നമ്മൾ യെരുശലേമിൽ നിന്ന് വന്നവരാണ്. നമുക്കറിയാമല്ലോ, ബൈബിൾ പ്രകാരം നോക്കിയാൽ, സമയക്കുറവുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. ബൈബിളില് പത്രോസ്ലീഹ ഒരു ദിവസം 3000 പേരെയാണ് ക്രിസ്തുവിലേക്ക് മാമോദിസ മുക്കി ചേർക്കുന്നത്. 3000 ആളിനെയൊക്കെ ഒറ്റ മാമോദിസയിൽ ചേർക്കുക. അന്ന് വിജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായവരുണ്ട്. അവിടെ യെരുശലേമിലും അവിടെ എഡേസായിലും വിജാതികളെ ക്രിസ്ത്യാനികളാക്കുകയാണ്. അവിടെയും 2 സഭയായിട്ടാണ് അന്ന് നിന്നത്. യഹൂദ സഭ, യഹൂദ ക്രൈസ്തവരായിട്ടുള്ള യഹൂദ നസ്രാണികളായിട്ടുള്ള സഭ. അത് ക്രൈസ്തവരെ അങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ള ജാതികളിൽ നിന്നും ക്രൈസ്തവരായവരുണ്ട്. ആ 2 സഭയായിരുന്നു അന്നും. അതിന് ചരിത്ര രേഖകളുണ്ട്, തെളിവുകളുണ്ട്. അത് നമ്മൾ അന്നു മുതലേ ഒന്നിച്ചു നിൽക്കുന്നതാ. ഞാൻ പറയുന്നു, ലോകത്തിൽ 7 അതിശയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 8ാമത് അതിശയമുണ്ടെങ്കിൽ അത് ക്നാനായക്കാരൻ്റെ അതിശയമാണ്. ഇത്രയും കാലം എൻഡോഗമി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ 2000 നമ്മളിപ്പോൾ 25 വരെയും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം, അതിനു മുമ്പ് നമ്മൾ അബ്രഹാമിൻ്റെ കാലം തൊട്ടേ നമ്മൾ അതിൽ വിശ്വസിച്ച് ആ എൻഡോഗമി കാത്തു സൂക്ഷിക്കുന്നതാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തൊട്ട് ചരിത്രം നോക്കിയാൽ നമ്മൾ യഹൂദന്മാരാണ്. ആ ക്രൈസ്തവരായവരാണ് നമ്മൾ. യഹൂദന്മാരായ നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെയും ആ എൻഡോഗമി കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട്, അവിടെ പത്രോസിന്റെ സിംഹാസനം ആര് സ്ഥാപിച്ചതാന്ന് പറഞ്ഞാൽ, ഞാൻ തറപ്പിച്ച് പറയുന്നു, പത്രോസ് എന്ന് പറയുന്നത് യഹൂദ ക്രിസ്ത്യാനിയായിരുന്നു. നമ്മളുണ്ടാക്കിയ സിംഹാസനമാണത്. അവിടെ നിന്ന് നമ്മളെ പുറത്താക്കുവാൻ ഒരു ശക്തിക്ക് കഴിയയില്ല. പുറത്തു പോകേണ്ടിയവർക്ക് പുറത്തു പോകാം. ജ്ഞാനായക്കാരൻ ഉണ്ടാക്കിയ, യഹൂദ നസ്രാണി ഉണ്ടാക്കിയ സിംഹാസനമാണ് പത്രോസിന്റെ സിംഹാസനം. അവിടെ ഇന്ന് വായിക്കുന്നതും ലോകം മുഴുവനുള്ള ഇന്ന് സിറിയൻ ദേവാലയങ്ങളിൽ വായിക്കുന്ന തക്സ ഉണ്ടാക്കിയത് യാക്കോബിന്റെ തക്സയാണെങ്കിൽ ആ യാക്കോബ് ഞങ്ങളുടെ രക്തത്തിൽ പിറന്നവനായിരുന്നെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നമ്മൾ. തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനങ്ങളാണ് നമ്മൾ. ദൈവം നമ്മളോട് പറഞ്ഞു, അന്ന് നമ്മളിപ്പോൾ അറിയാം, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഏവെങ്കിലും വായിച്ചത് എന്താ? ഒരു സ്ത്രീയുടെ അരികിൽ വന്ന് ആ സ്ത്രീ ക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് പറയുന്നു, എൻ്റെ മകൾക്ക് രോഗം അതികഠിനമാണ്. ഒന്ന് നോക്കിയതല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്തില്ല യേശു ക്രിസ്തു. എന്നാൽ അവർ വീണ്ടും വന്ന് കരയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു, കർത്താവേ, അവരെത്ര നേരമായിട്ട് പുറകെ നടക്കുന്ന, അവരെ ഒന്ന് തിരിഞ്ഞു നോക്കണമേ. യേശു എന്താണ് പറഞ്ഞത്? ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടിയാണ് വന്നത്, സ്വന്തം ജനത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നു, മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് യജമാനന്മാരെ അവിടെ
മറ്റുള്ളവരും ജീവിക്കുന്നുണ്ടല്ലോ. സ്വന്തം ജനത്തിനു വേണ്ടിയാണ് ക്രിസ്തു വന്നത്. ആ ക്രിസ്തുവിനെ വീതം വയ്ക്കുകയല്ല, ലോകരക്ഷിതാവാണ്. എന്നാൽ നമ്മുടെ സ്വന്തം ജനത്തിൽ പെട്ടതാണ് ക്രൈസ്തവരുടെ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിക്കുന്നവരെ. ആ എൻഡോഗമി ഇന്ന് നിലനിർത്തുന്നതിന് വേണ്ടി പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും പീഡനങ്ങളാണ് സഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ സഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സമുദായം മെത്രാപ്പോലീത്തായ. നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളെല്ലാം പീഡനങ്ങൾ സഹിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വാറോലകളും ഇഷ്ടം പോലെ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തെക്കുറിച്ചും ഇഷ്ടം പോലെ എഴുതുന്നവർ എഴുതിക്കോട്ടെ. നമ്മൾ പീഡനങ്ങൾ സഹിച്ചവരാണ്. നമ്മൾ അന്ത്യോക്യായിൽ വന്നപ്പോൾ അവിടെയും പീഡനങ്ങൾ ഉണ്ടായിരുന്നു. പത്രോസിന്റെ നമ്മളറിയാം, മത്തായിയുടെ സുവിശേഷം എടുത്ത് വായിച്ചാൽ അറിയാം, അദ്ദേഹം വിജാതികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് പത്രോസിന്റെ നേരെ യഹൂദജനം പിറുപിറുത്തു. നീ കാണിച്ചത് ശരിയല്ല. അങ്ങനെ അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മൾ പക്ഷേ രണ്ടാമത്തെ ക്രിസ്തുവിന്റെ വരവ് വരെയും ഒരുമിച്ച് നിൽക്കും, യാതൊരു സംശയവുമില്ല. കത്തോലിക്ക സഭാ വിഭാഗത്തില് അവർക്കും ഒത്തിരി പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്നു. എൻഡോഗമിയെ അവർ സംരക്ഷിക്കുന്നില്ല. അവർ സംരക്ഷിക്കുന്നൊന്നല്ല, ഭൂരിഭാഗം ജനങ്ങളും എൻഡോഗമി നിലനിർത്തുന്നതിന് വേണ്ടി ഇരിക്കുമ്പോൾ കോടതികളിൽ മുഴുവൻ കേസുകളാണ്. കോടതികളിൽ കേസുകളാണ്. അത് വാദിക്കുന്നയാളാണ് സന്ദീപ് താമരപ്പള്ളി. സന്ദീപ് താമരപ്പള്ളിയെക്കുറിച്ച് അവരുടെ സോഷ്യൽ മീഡിയകളിൽ എഴുതിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ടാമത്തെ ഒരു സഹതാവെന്നാണ് അവർ സന്ദീപിനെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, ഇഷ്ടംപോലെ കേസുകൾ നടക്കുമ്പോൾ ഏറ്റവും സീനിയറായ 3.5-4 ലക്ഷം രൂപ കൊടുക്കുന്ന അഡ്വക്കേറ്റിൻ്റെ അരികിലോട്ട് നമ്മൾ ചെന്ന് പറയുമ്പോൾ ആ കേസ് പഠിപ്പിക്കുന്നതാണ്. കുട്ടികളെ പഠിപ്പിച്ചതുപോലെ അവിടെ ജ്ഞാനായക്കാരൻ ആരാണെന്നും അവൻ്റെ എൻഡോഗമി എന്താണെന്നും നമുക്ക് കിട്ടിയ കൽപ്പനകൾ എന്താണെന്നും ഒരു സീനിയർ അഡ്വക്കേറ്റിനെ പഠിപ്പിക്കണമെങ്കിൽ അതിന് കുറെ മെനക്കെടണം. അത് ചരിത്രം പഠിക്കണം. ആരാണ് ജ്ഞാനായക്കാരൻ എന്നുള്ളത് ബൈബിള് പഠിക്കണം. സുപ്രീം കോടതിയുടെ ഓർഡറിൽ ആദ്യം എഴുതിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ 8 മുതൽ 10 മുതലുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് പറയുന്നത്, യേശു ക്രിസ്തുവിനെ മലമേൽ കയറ്റി നിർത്തി അവനോട് സാത്താൻ പറഞ്ഞു, ഈ ലോകത്തിലുള്ളത് മുഴുവൻ കാണിച്ചിട്ട് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. യേശു ക്രിസ്തു സാത്താനെ പോവുക എന്നാ പറഞ്ഞത്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമുദായത്തിന്റെ അല്ലെങ്കിൽ സഭകളുടെ മേലധ്യക്ഷന്മാര് ആത്മീയ കാര്യങ്ങളിൽ ഇടപെടണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. എന്നാൽ ഇന്ന് എന്താണ്? മറ്റുള്ള ടെമ്പറൽ മാറ്ററുകളിൽ അവിടെ പറയുന്നുണ്ട്, കരം കൊടുക്കുന്നവരെ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഇവിടെ സമയക്കുറവുകൊണ്ട് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നിങ്ങൾ വായിക്കണം. അതുപോലെ 19-ാം അധ്യായത്തിന്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ ഓർഡറിലുണ്ട്. വേണേൽ ഇപ്പോൾ തന്നെ അദ്ദേഹം അത് കാണിക്കും. ആ ഓർഡറിൽ എഴുതിയാണ്, ബൈബിൾ കോട്ടിംഗ് ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിൽ കൂടെ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ബൈബിൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനായക്കാരൻ്റെ ചരിത്രം അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുക. ചൂടാണെന്ന് നമുക്കറിയാമല്ലോ. ഇതിൽ നിന്നെല്ലാം മോചനം നമുക്ക് വേണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സർവമത സമ്മേളനത്തിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ പലരും ഇരിപ്പുണ്ട്. അവിടെ പറയുന്ന മഹാഗുരു ശിവരാത്രി തൊട്ടിങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഇവിടെ SNDP-യുടെ സ്വാമിമാര്, അതുപോലെ മർത്തോമാ സഭയുടേത്, ഓർത്തഡോക്സ് സഭയുടെ. അവിടെ ചെന്നപ്പോൾ ആര് പ്രസംഗിക്കാൻ ചെന്നാലും ഒരു മത മേലധ്യക്ഷനുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ സ്ലീബ ഒന്ന് ചുംബിക്കാൻ ഉണ്ട്. അദ്ദേഹം ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ എന്നെ ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ ഞാൻ ആ സ്ലീബായിൽ മുത്തി. അതിപ്പം വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നടന്നുകൊള്ളട്ടെ. ജ്ഞാനായക്കർ സമുദായം എന്ന് പറയുന്നത് ആരുടെയും അടിമയല്ല. ആരുടെയും അടിമയാക്കുവാൻ ആര് നോക്കിയാലും ജീവിതത്തിൽ ചരിത്രത്തിൽ അത് നടക്കുകയില്ല. ജ്ഞാനായക്കാരൻ ഒരുപോലെ നിൽക്കും, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾക്ക് സ്വതന്ത്രമായിട്ടാണ്. നമ്മളാർക്കും കപ്പം കൊടുത്തല്ല, നമുക്ക് കപ്പം തന്നല്ല. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിവുള്ളവരാണ്. നമുക്കൊന്ന് മാത്രമേ പറയുവാനുള്ളൂ. നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അംഗീകരിച്ചേ മതിയാവൂ. സുപ്രീം കോടതി അംഗീകരിച്ചു തന്ന ഭരണഘടനയും ജ്ഞാനായ അസോസിയേഷനും. ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ ജ്ഞാനായ സമുദായത്തിൽ ഒരു മെത്രാപ്പോലിത്ത പോലും ഉണ്ടാകുകയില്ല. ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ ജ്ഞാനായ കമ്മിറ്റി ഉണ്ടാകുകയില്ല. ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ
ഇവിടുത്തെ ദേവാലയങ്ങൾ പോലും ഉണ്ടാകുകയില്ല. അതാണ് പരമോന്നത ബോഡി. 1882 പിതാക്കന്മാരുണ്ടാക്കിയ ആ ഭരണഘടനയിൽ മുറുകി പിടിച്ചുകൊണ്ട് 1910 നമുക്ക് ഇടവഴിക്കലെ പീലിപ്പോസ് കത്തനാരെ മെത്രാപ്പോലീത്ത ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്തുടർച്ചയായി ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആർച്ച് ബിഷപ്പ് സേവ്രിയോസ് തിരുമേനി, അദ്ദേഹത്തിനെ ആർക്കും തകർക്കുവാൻ കഴിയുകയില്ല. ഈ ജനമൊന്ന് ജീവനോടെ ഇരുന്നാൽ അതിന് എന്തെങ്കിലും മനസ്സിലാരെയും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെച്ചോ. ഞങ്ങളിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജ്ഞാനായ സമുദായത്തിൻ്റെ മെത്രാപ്പോലീത്തായിട്ടാണ്. അതുപോലെ തന്നെ 3 സഹായ മെത്രാച്ചന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവര് സഹായ മെത്രാച്ചന്മാരായിട്ട് തന്നെ നിലനിന്നാൽ തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ ബഹുമാനിക്കും, ഞങ്ങൾ കൈവെള്ളയിൽ കൊണ്ടു നടക്കും. ഒരുമിച്ച് പോകാൻ നമുക്ക് നിങ്ങളെ എന്താക്കിയിട്ടുണ്ടോ അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകണം. അതിനിടയിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ സമത്തിന് സമമാണ്, ഒപ്പത്തിനൊപ്പമാണെന്ന് പറഞ്ഞാൽ ജ്ഞാനായ ജനം ഒരിക്കലും സമ്മതിക്കുവാൻ പോകുന്നില്ല എന്ന് ഇവിടെ ഉറക്കെ ജ്ഞാനായ കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ധാരാളം ആളുകളാണ് ഈ വന്നിരിക്കുന്നത്. നമുക്കറിയാം, റാന്നിയിൽ നിന്ന് വന്നിട്ടുണ്ട്, തിരുവമ്മണ്ടൂരിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ റാന്നിയിൽ നിന്നൊക്കെ ഞാൻ തിരുവല്ലായി വരുമ്പോൾ അവിടുത്തെ സ്ത്രീജനങ്ങൾ 4 മണി സമയത്ത് തന്നെ അവിടെ വന്ന് MC റോഡ് നിൽക്കുക, ബസ് നോക്കി, നമ്മുടെ വാഹനം പോകുന്ന നോക്കി. അവിടുന്ന് കുറിച്ചിയിൽ നിന്നുണ്ട്, നീലമ്പേരിയിൽ നിന്നുണ്ട്. അതുപോലെ നീലമ്പേരിയിൽ നിന്ന് വന്നാണ്ട് മഞ്ജു എബ്രഹാം ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ജ്ഞാനായ കോൺഗ്രസിൻ്റെ പ്രവർത്തകയൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ന് ചിങ്ങവനം പുത്തമ്പള്ളിയിൽ നിന്ന് 2 ബസ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദേറാപ്പള്ളിയിൽ നിന്ന്, ദേറാപ്പള്ളി പള്ളി മാറിപ്പോയി, പുത്തപ്പള്ളിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ പോലും 2 ബസ് പിടിച്ചാണ് ദേറാപ്പള്ളിയിലെ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് മനോജ് പാലക്കുടിയാണ്. അദ്ദേഹവും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ എവിടെയോ കാണും, ഇരിപ്പുണ്ട്. അദ്ദേഹം 3-4 ദിവസമായിട്ട് എന്നെ ദിവസവും വിളിക്കും. അവിടെ ജ്ഞാനായ കുടുംബം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, ജ്ഞാനായ കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്, അവരാണ് അത് സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും ആൾക്കാരെ അവിടുന്ന് കൊണ്ട്. ചാന്താനിക്കാട് പള്ളിയിൽ നിന്ന് ഇവിടെ നമുക്കറിയാം ജോസഫ് ജോജോ എഴുമായുടെ ഫാദർ ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ മദർ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ സമുദായത്തെ സ്നേഹിക്കുന്നവരെല്ലാമാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാൽ ഇത് പ്രസംഗം നീണ്ടു, ഞാൻ അതിൽ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടല്ലോ, ജ്ഞാനായ സമുദായം ഇല്ല എങ്കിൽ യാക്കോബായ സഭ ഇല്ല എന്ന് ആരാ പറഞ്ഞത്? ഇപ്പോഴത്തെ കാതോലിക്ക ബാബ ആ 10,000 നിർത്തിക്കൊണ്ട് സാക്ഷിയായിട്ട് പറഞ്ഞു, ജ്ഞാനായ സമുദായം ഇല്ലെങ്കിൽ യാക്കോബായ സഭ ഇല്ലെന്ന്. ആ കാതോലിക്ക ബാബ തിരുമേനിയോട് എനിക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ കൂടെ നിൽക്കും. ഞങ്ങളുടെ എൻഡോഗമിയും ഞങ്ങളുടെ ഭരണഘടനയും ഞങ്ങളുടെ അസോസിയേഷനെയും ബഹുമാനിക്കേണ്ട, അംഗീകരിക്കണമെന്ന് അങ്ങ് പരിശുദ്ധ പാത്രികീസ് ബാബായോട് പറയണം. അത് മാത്രമേ എനിക്കുള്ളൂ. ഞങ്ങളെല്ലാത്തിനും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ്. ഞങ്ങളുടെ ഈ 3 കാര്യങ്ങൾ അതാണ് ജ്ഞാനായ സമുദായത്തിന് വേണ്ടി ക്ലിമി സിരിമേനിയുടെ ഒടുവിലത്തെ ഏറ്റവും ലാസ്റ്റ് ലിഖിതം. പ്രിയപ്പെട്ടവരെ, ഞാനത് എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആ ബുക്ക് ഇരിപ്പുണ്ട്. ആ ബുക്കിൻ്റെ അവസാനം, അത് കഴിഞ്ഞ പിന്നെ ആ ബുക്കിൽ അഭിമന്യനായ ക്ലിമി സിരിമേനി ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം എഴുതി തന്നിരിക്കുന്നതിൻ്റെ ആദ്യത്തെ വാചകം സുപ്രീം കോടതി അനുവദിച്ചു തന്ന ജ്ഞാനായ ഭരണഘടന. 2ാമത് എഴുതിയിരിക്കുന്നു ജ്ഞാനായ അസോസിയേഷൻ. 3ാമത് എഴുതിയിരിക്കുന്നു നിങ്ങളുടെ ഉൾഭരണ സ്വാതന്ത്ര്യം. 4ാമത് എഴുതിയിരിക്കുന്നു അന്ത്യോക്യ ബന്ധം. അപ്രൈം സെമിനാരിയിൽ വന്നാൽ ഞാൻ ആ ബുക്ക് തുറന്ന് കാണിക്കാം. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അത് മാത്രമേ നമുക്കും പറയുവാനുള്ളൂ. നമുക്ക് മാത്രം ഈ 4 കാര്യങ്ങൾ മാത്രമേ ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ പിൻതലമുറക്കാരായി നമുക്ക് പറയുവാനുള്ളൂ. ഇത് അടുത്ത തലമുറകൾക്ക് കൈമാറുന്നതിന് വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ജ്ഞാനായ കത്തോലിക്ക വിഭാഗത്തോടും പറയുവാനുള്ളത്, അവിടെ ഭരണഘടന എന്ന് പറയുന്നതില്ല. ഭരണഘടന നേരത്തെ ഇല്ല, കാനോൻ നിയമമാണ്. ആ കാനോൻ നിയമം അനുസരിച്ചാണെങ്കിലും അത് നമ്മൾ ജ്ഞാനായക്കാർക്ക് അവിടെ പ്രത്യേകമായ സ്ഥാനമുണ്ടെന്ന് സന്ദീപ് 1-2 ഓർഡറിൽ കൂടി മേടിച്ചു കൊടുത്തു കഴിഞ്ഞു. അതും കോടതിയിൽ കേസ് നടക്കുകയാണ്. അവരോടും പറയുവാനുള്ളത്, ഞങ്ങളുടെ വിശ്വാസത്തിലോട്ടോ ഞങ്ങളുടെ അതുപോലുള്ള ആരാധനയിലോട്ടോ ചേരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല.
നിങ്ങൾ അവരവരുടെ ആരാധനയിലും അവരവരുടെ വിശ്വാസത്തിലും നിന്നുകൊള്ളുക. പക്ഷെങ്കിൽ ഒരു രക്തമാണ് 7:72 എന്ന് പറയുന്ന ഒരു രക്തമാണ് നമ്മുടെയും ആ കത്തോലിക്ക വിഭാഗത്തിൻ്റെയും സിരകളിൽ ഓടുന്നത്. ആ സിരകളിൽ ഓടുന്ന രക്തം 7:72 ഒരു കുടുംബം വന്നപ്പോൾ അതിൻ്റെ 72 പേരുടെയും പേരുകൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, സാക്ഷിയാണ്. നമുക്ക് കിട്ടിയ പദവികൾ 72 രാജകീയ പദവികളാണ് ഈ വലത്തു സൈഡിലെ ഈ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കണം. എനിക്ക് പറയുവാൻ സമയമില്ലല്ലോ. ഈ ഇടത്ത് സൈഡിലോട്ട് നോക്കിക്കേ, അവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ആരാണ് ജ്ഞാനായക്കാർ. ഇതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകണം. ഇത് വളരെ ചരിത്രം പഠിച്ചതിന് ശേഷമാണ്. ഇപ്പോൾ ചിലരൊക്കെ കളിയാക്കുന്നുണ്ട് ഇവിടെ ചരിത്രത്തെ വളച്ചൊടിച്ചെന്ന്. ഞങ്ങൾ തൻ്റെ ഇടമായിട്ട് പറയുന്നു, സന്ദീപ് ഇവിടെ ഉണ്ട്. ഈ എഴുതിയിരിക്കുന്നതിൽ ഒരു വള്ളിയോ പുള്ളിയോ തെറ്റിയാൽ ഞങ്ങൾ അതിന് ഉത്തരവാദിത്വം പറയാം. ചരിത്രം നോക്കിയാണ്. ആരാണ് ജ്ഞാനായക്കാർ? അബ്രഹാമിൻ്റെ വംശാവലിയിലെ യാക്കോബിൻ്റെ മക്കളായ 12 ഗോത്രപിതാക്കന്മാരിൽ ലേവി ഗോത്രത്തിൻ്റെ പിന്തുടർച്ചയായ ഏലിയാസാറിൻ്റെ മകൻ ഫിനഹാസിൻ്റെ തീഷ്ണതയിൽ പ്രസന്നവാനായ ദൈവം നിത്യ പൗരോഹിത്യം അവൻ്റെ സന്തതി പരമ്പരയ്ക്ക് നൽകി മോശയോട് ദൈവം അരുളി ചെയ്തു. ആ ലേവി ഗോത്രത്തിലെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തീഷ്ണവാൻ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ ക്നാനായയുടെ പിന്തുടർച്ചക്കാരായ യഹൂദ നസ്രാണികളാണ് ക്നാനായക്കാർ. എഴുതി വെച്ചിരിക്കുക. ഇത് ചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ എൻഡോഗമിയും നമ്മളെ ഇടിച്ചു താക്കാൻ വരുന്നവരെ അവർ ചരിത്രം പറയട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടി. തിരുമേനി ഇന്നലെ ഞങ്ങൾക്ക് ഈ KGPയുടെ മീറ്റിങ്ങിൽ ഇരിക്കുന്നതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എന്നോട് ജോണിച്ചേട്ടായി പറയുന്ന എന്നോട് പറഞ്ഞു, തിരുമേനിയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്. ഇന്നലെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്നലെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. KGP എല്ലാ വർഷവും നടത്തുന്നതാണ്. തിരുമേനി ഇന്നലെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. നമുക്കറിയാം ബുദ്ധിമുട്ടി 11 മണിയായി രാത്രിയിൽ ഇവിടെ വന്നപ്പോൾ. ഇന്നലെ ഇവിടെ ജ്ഞാനായ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പേപ്പറിലുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നായിത്തോമ്മ ക്രൈസ്തവ സഭയുടെ വഴികാട്ടി എന്നാണ്. അവിടെ ഇന്ന് മനോരമയിൽ കോട്ടയം തൊട്ട് പത്തനംതിട്ട തൊട്ട് കേരളം മുഴുവൻ ആ വാർത്തയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് വന്നത്. തിരുമേനിയോട് ഞങ്ങളെ KGPയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ KGPക്ക് വേണ്ടി ഞങ്ങളുടെ നന്ദി അഭിമന്യ തിരുമേനിയുടെ പാദങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ അച്ഛനോട്, പാറക്കാച്ചെരുവിൽ അച്ഛനും വളരെ ബുദ്ധിമുട്ടിയാണ്. 7 മണിക്ക് ഞങ്ങൾ വിളിച്ച് ഞങ്ങളുടെ കൂടെ പോരാം. അപ്പോൾ അവരെല്ലാം കൂടെ ബസ്സിൽ വന്നു. 3-4 ബസ്സുകൾ വന്നിട്ടുണ്ട്. ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവർ പുറത്ത് നിൽക്കുന്നു. നമ്മുടെ സഹോദരങ്ങളായ, നമ്മുടെ രക്തത്തിൽ പിറന്ന ജ്ഞാനായ കത്തോലിക്ക സഹോദരങ്ങളോട്, KGPയുടെ നേതാക്കന്മാരോട്, ജോണിച്ചേട്ടായി ഉൾപ്പെടെ, ഫെലിക്സ് ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമുള്ള ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അവരോടുള്ള നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ വന്ന നിങ്ങളെല്ലാവരെയും 4 മണിക്കൊക്കെ ഇറങ്ങി വരാൻ നമുക്കറിയാം. വെളുപ്പിനെ 4 മണിക്ക് 3 മണിക്ക് വീടുകളിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന് സമുദായത്തിൻ്റെ അവിടേക്കും കുർബാന കാണാൻ വയ്യാഞ്ഞിട്ടല്ലല്ലോ. പിതാവിൻ്റെ കുർബാന കാണാൻ ഇവിടെ എത്തിയത്. ഇത്രയും മൈലുകൾ താണ്ടി ഇവിടെ എത്തിയ ജ്ഞാനായ രക്തത്തിൻ്റെ ഈ ശ്രീജനത്തിൻ്റെ ആ ശക്തി കാണുമ്പോൾ ഞാൻ പറയുന്നു, ജ്ഞാനായ സമുദായത്തിലെ പുരുഷന്മാരുടെ 10 ഇരട്ടി ശക്തിയാണ് നമ്മുടെ സ്ത്രീകൾക്കൊന്നതിന് യാതൊരു സംശയമില്ല. നിങ്ങളെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജ്ഞാനായ സമുദായത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്തിയ KGPയുടെ പ്രസിഡന്റും ജ്ഞാനായ സമുദായത്തിൻ്റെ സെക്രട്ടറിയായ ശ്രീ TO എബ്രഹാമിനുള്ള നന്ദി അറിയിച്ചു.